ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫിറ്റ് വിത്ത് സ്വാതി. അപ്പോൾ ഞാൻ ദുബായിലാണല്ലോ ഉള്ളത്. ദുബായിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 3 months ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു ഫസ്റ്റ് ടൈമായിട്ടാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് വന്നത്. ആയ യൂണിവേഴ്സാണ്. ഓ മൈ ഗോഡ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇറ്റ്സ് എ വണ്ടർഫുൾ, ഒരു വണ്ടർ തന്നെയാണിത്. കാരണം നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ലൈറ്റിൻ്റെ എഫക്ട്സ് ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്ലേസിലുണ്ടായിരുന്നത്. കണ്ടോ, ഒരു ഗാർഡൻ കണ്ടോ? ആ ഗാർഡൻ എന്ന് പറയുന്നത് ലൈറ്റ്സ് വെച്ചിട്ടുള്ള ഒരു ഗാർഡനാണ്. ഇറ്റ്സ് ലൈക്ക് അനദർ വേൾഡ്. നമ്മൾ അവതാര മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനൊരു ട്രീ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഉണ്ട്. ഭയങ്കര രസമാണ്. അവിടെ ഇങ്ങനെ നമുക്ക് ആ ഒരു മ്യൂസിക്കും അവർ തന്നെ പ്ലേ ചെയ്യുന്നൊരു മ്യൂസിക്കൊക്കെ ഉണ്ട്. ആ മ്യൂസിക്കും വെച്ച് നമ്മൾ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. പിന്നെ ഈ ഇടീൻ്റെ സൗണ്ടൊക്കെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഇടി ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. മഴ ഇടിയൊക്കെ അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാനത് വല്ലാതെ എക്സ്പീരിയൻസ് ചെയ്തു. ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ് ആക്ച്വലി. നിങ്ങൾക്കും കൂടെ അതൊന്ന് കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് എടുത്തത്. സാധാരണ ഞാൻ എവിടെയും പോകുമ്പോൾ അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാറില്ല. മാക്സിമം അത് അവിടുത്തെ എക്സ്പീരിയൻസ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ഈ ഒരു വീഡിയോ എനിക്ക് എടുക്കണം തോന്നി. അതുകൊണ്ട് തന്നെ ലൈക്ക് എന്ത് അടിപൊളിയായിട്ടാണ് അവിടെ ഒരു വേറെ തന്നെ ഒരു വേൾഡ് ഉണ്ടാക്കി വെച്ചതെന്നറിയാവോ? അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അവിടെ അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു, നമുക്ക് വേറെ തന്നെ മെസ്മറൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് എന്താ ഞാൻ പറയുക, അനുഭവമാണ് അവിടെ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. പേഴ്സണലി ആണേ. ബാക്കി എനിക്ക് എല്ലാവർക്കും അറിയില്ല, കാരണം എല്ലാവരും പോയിട്ടുള്ള സ്ഥലമായിരിക്കും. ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന നിലയിൽ ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഞാനവിടെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാ സ്ഥലങ്ങളും നന്നായിട്ട് വീക്ഷിച്ചു. കുറേ നേരം സ്പെൻഡ് ചെയ്തു അവിടെ. പിന്നെ ഒരു റെയിൻ ഏരിയ ഉണ്ടായിരുന്നു. മഴ മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ടിൽ ഞാൻ നന്നായിട്ട് കളിച്ചു. മഴ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭയങ്കര വലിയൊരു വികാരമാണ്. അത് കുറേ കാലമായിട്ട് മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, നാട്ടിലത്തെ മഴ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ആ സ്പോട്ടിൽ കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മരുഭൂമി പെയ്ത മഴ പോലെ. പിന്നെ ഒരു ബോൾ പൂൾ ഉണ്ടായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. അവിടെ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചെറിയ കുട്ടിയെ പുറത്തേക്കെടുത്ത് അവിടെ ഫുള്ള് ചാടി തുള്ളി കളിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഫുള്ള് എൻ്റെ കൂടെ വന്ന ആൾ അയ്യോ ഇതിനെയും കൊണ്ടാണ് വന്നതെന്ന് വരെ ചിന്തിച്ചു പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. നല്ല സ്ഥലം. അങ്ങനെ അത് കഴിഞ്ഞു. ഞാൻ പോട്ടെ കേട്ടോ. ബൈ.